ഈ പാർട്ടി ഓഫീസിൽ ഞങ്ങളൊരു യന്ത്രം സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. നേരത്തെ ബാലസ്വാവും ശ്രീമതി ടീച്ചറും ഒക്കെ പറഞ്ഞിട്ടില്ലേ, ഈ തീവ്രത അളക്കുന്ന യന്ത്രം. ആ യന്ത്രങ്ങൾ വെച്ച് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ തീവ്രത നോക്കും. എന്നിട്ടാണ് ഇത്തരം പരാതി ഉന്നയിച്ചവരെ കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനം പകർന്നവരുടെ കൂട്ടത്തിൽ ചേർക്കണോ, അങ്ങനെ ആദരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അത് വെച്ച് നോക്കിയപ്പോഴാണ് ഇവരാരും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അർഹരല്ലെന്ന് നമുക്ക് മനസ്സിലായത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ നിയോഗങ്ങൾ ഏറ്റുവാങ്ങുന്നവരെയാണ് ഞങ്ങൾ ഈ പട്ടികയിൽ പെടുത്തുന്നത്. മനസ്സിലായില്ലേ? രാഹുലിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചത് കണ്ടായിരുന്നല്ലോ. അയാളെ പൂട്ടണമായിരുന്നു, ഞങ്ങൾ പൂട്ടി. ഷാജഹാൻ, ആ KM ഷാജഹാൻ്റെ കാര്യത്തിലും ഞങ്ങൾക്ക് ഇതുപോലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നതാണ്. ആ മനുഷ്യൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ? അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? പണ്ടിലൊക്കെ ഞങ്ങളത് പിടിച്ചകത്തിട്ടതാ. പാഠം പഠിച്ചില്ല. പണ്ട് ഈ ഒരു മഹിജ, ആ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ DGP ഓഫീസിലൊരു പ്രകടനമൊക്കെ നടത്തിയല്ലോ, ഒരു പ്രതിഷേധ പ്രകടനം. അത് കാണാൻ ചെന്ന് നിന്നതാ നമ്മുടെ ഷാജഹാൻ. ആൾക്കൂട്ടത്തിൽ ഷാജഹാൻ്റെ മുഖം കണ്ടു, പോലീസ് പിടിച്ചകത്തിട്ടു. ജയിലിൽ കിടന്നു, റിമാൻഡിൽ കിടന്നു. എന്നിട്ടും ആ മനുഷ്യനെ അങ്ങോട്ട് പാവപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നാൽ വീണ്ടും പിടിക്കും. അതായിരുന്നു ലക്ഷ്യം. അതിനാണ് അദ്ദേഹത്തിനെതിരായിട്ട് പരാതി കൊടുത്തത്. പക്ഷെ പുള്ളിക്കാരൻ വളരെ പുല്ലുപോലെ ഊരിപ്പോയി. ജാമ്യം കിട്ടി. ഉദ്ദേശിച്ച കളി കോടതിയിൽ നടന്നില്ല. പോലീസ് കോടതിയുടെ കയ്യിൽ നിന്ന് നല്ലതുപോലെ വാങ്ങിച്ചു കിട്ടുകയും ചെയ്തു.